ഹാലേൽ ഹാലേൽ വാഴ്ത്തി പാടിൻ മേലിറയർ ബേഥലഹേമിൽ വാഴ്ത്തിയപ്പോ വാഴ്ത്തിപ്പാടിൻ ദൈവാത്മജനേ വാഴ്ത്തിപ്പാടിൻ ദൈവാത്മജനേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആഘോഷത്തിന് ലോകം ഒരുങ്ങുകയാണ്. ദീപാലങ്കാരങ്ങളും ക്രിസ്തുമസ് ഗാനാലാപനങ്ങളും മറ്റ് ആഘോഷങ്ങളുമൊക്കെയായി ലോകം ഏറെ സന്തോഷിക്കുന്ന ദിനങ്ങളാണ് ക്രിസ്തുമസ് ദിനങ്ങൾ. കേവലം ബാഹ്യമായ ഒരാഘോഷമായി ക്രിസ്തുമസ് ആഘോഷം ചുരുങ്ങുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഭൗതികമായ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയും ആ തിരുപ്പിറവിയുടെ പിന്നിലുള്ള മാനവജാതിയുടെ രക്ഷയുടെ ഉദ്ദേശവും പലപ്പോഴും മറന്നുപോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് രാവിൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന പശ്ചാത്തലമെല്ലാം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒക്കെ അനുഭവങ്ങളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളുടെ അവതരണത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി വേദപുസ്തകം നമുക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ പരിമിതികൾക്കുള്ളിൽ മാനവജാതിയുടെ വിമോചകൻ ലോകത്തിൽ പിറന്നു വീഴുന്നത് അറിയിക്കുന്നത് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിട്ടാണ് മാലാഖമാർ ഇടയന്മാർക്ക് വെളിപ്പെടുത്തുന്നത്. പരിമിതികൾക്കുള്ളിൽ പിറന്നു വീഴുന്ന തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ മാനവജാതിയുടെ രക്ഷകനായി അവതരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാനവജാതിക്ക് വലുത് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരറിവ് കൂടി പകർന്നു തരുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും അനവധിയായ പരിമിതികളുണ്ടാകും. നമുക്ക് ഓരോരുത്തർക്കും കഴിവുകൾ വിവിധങ്ങളായിരിക്കാം. എന്നാൽ ആ വിവിധങ്ങളായ കഴിവുകൾ ദൈവം നമുക്ക് നൽകുമ്പോൾ അതിൻ്റെ മറുവശത്ത് പലപ്പോഴും പരിമിതികളും ദൈവം മനുഷ്യന് സൃഷ്ടിയിലൂടെ നൽകിയിട്ടുണ്ട്. പരിമിതനായ മനുഷ്യന് പരിമിതമായ ചുറ്റുപാടുകളിൽ വലുത് പ്രവർത്തിക്കുവാൻ, ലോകത്തെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ക്രിസ്തുമസ് നമുക്ക് മുൻപിൽ പകർന്നു തരുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുമസ് രാവിൽ മാലാഖമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകം മനുഷ്യനോട് സംവദിക്കുമ്പോൾ അവിടെ സർവർക്കും സന്തോഷം, നിത്യമായ സന്തോഷവും സമാധാനവും പകർന്നു തരുന്ന ഒരനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പരസ്പരമുള്ള കൈമാറ്റങ്ങളിൽ സ്വാർത്ഥതയുടെ അതിപ്രസരം കടന്നു വന്നിട്ട് യഥാർത്ഥ സന്തോഷം മനുഷ്യന് പങ്കുവയ്ക്കുവാൻ, പരസ്പരം പങ്കുവയ്ക്കുവാൻ മനുഷ്യർ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉള്ളു തുറന്നുള്ള തുറവിയിലൂടെയുള്ള യഥാർത്ഥ ആത്മബന്ധത്തിലൂടെയുള്ള സംവാദങ്ങളും പങ്കുവെക്കലുകളും മനുഷ്യന് സാധ്യമാകണമെങ്കിൽ തിരുവചനം ഓർമ്മപ്പെടുത്തുന്ന പോലെ ദൈവപ്രസാദം നമ്മിൽ ഉണ്ടായാൽ മാത്രമാണ് ആ മഹാസന്തോഷം ആകുന്ന ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കൂ. ദൈവപ്രസാദത്തിന്റെ അനുഭവത്തിലൂടെ സമസൃഷ്ടങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം പങ്കുവെക്കുന്ന ഒരനുഭവത്തെ കൂട്ടിവരുത്തുവാനും കൂടിയുള്ള ഒരു ചിന്ത കൂടിയാണ് ക്രിസ്തുമസ് നമ്മിൽ ഉണർത്തുന്നത്. പ്രിയമുള്ളവരെ, ഏവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നതോടൊപ്പം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവത്സരം കൂടി നേരുന്നു. സ്നേഹപൂർവം, തോമസ് അച്ഛൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.